വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വചനം ശ്രവിക്കുവാനായി അങ്ങയുടെ സന്നിധിയിൽ അണയുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ലോകം മുഴുവൻ എൻ്റെ സാക്ഷികളായിരിക്കും എന്ന വചനം ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ നിറവ് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ഞങ്ങളുടെ ദുഃഖങ്ങളിൽ, വേദനകളിൽ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുവാനുള്ള കൃപ നൽകണമേ. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിനെയും അടിസ്ഥാനം എന്ന റോമാലേഖനത്തിലെ വചനം ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അങ്ങയുടെ കരുണയിൽ, അങ്ങയുടെ ദയയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ, വ്യക്തിജീവിതത്തെ പടുത്തുയർത്തുന്ന വ്യക്തികളായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഹമാരെ, വചനം ധ്യാനിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ ഒരു ഭാഗം ശ്രവിക്കാം. 14-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ഇതു കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ് വചനം പറയുക. യേശു പ്രാർത്ഥിക്കാനായി ഒരിടത്തേക്ക് പോയി. തനിച്ച് യേശു പിതാവുമൊപ്പം സമയം ചെലവഴിച്ചതിന് ശേഷം കരയിലേക്ക് കടന്നു വരുമ്പോൾ അവനെ കാത്ത് ഒരുപാട് ജനം, വലിയ ഒരു ജനക്കൂട്ടം നിൽക്കുകയാണ്. കൃത്യമായി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവരെ കണ്ടപ്പോൾ അവന് അവരുടെ മേൽ അനുകമ്പ തോന്നി. ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ കരുണാമയമായ മുഖമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരമാണല്ലോ പറയുക: ദൈവത്തിൻ്റെ പേര് കരുണ എന്നാണ്. ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി. ദൈവത്തിൻ്റെ ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാറുണ്ട്. ചെറുപ്പം മുതൽ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു നിർവചനമാണല്ലോ ദൈവം സ്നേഹമാണ്. അതുപോലെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ സന്തോഷം നിറയ്ക്കുന്ന ദൈവമാണ്. പക്ഷേ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയും: ഈ ഗുണങ്ങളിലും വച്ച് ഏറ്റവും ഉദാത്തമായ ദൈവിക ഭാവം അത് കരുണയാണ്. നമുക്ക് നമ്മോട് കരുണ കാണിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അരികിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസമുണ്ടാകണം. ഇവിടെ ഈ ജനത്തോട് അനുകമ്പ തോന്നുന്ന യേശു അവർക്ക് വേണ്ടി വലിയ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് വചനം പങ്കുവെക്കുക. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തരാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ഈ ജനം ഇരുന്ന് വചനം ശ്രവിക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ അവരെല്ലാവരും തളർന്നു. ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു: ഇവരെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞു വിടുക, കാരണം നമ്മുടെ പക്കലൊന്നുമില്ല. ഇത്രയധികം ജനങ്ങൾക്ക് എന്തെങ്കിലും നൽകുക സാധ്യമല്ല. അതുകൊണ്ട് ഗ്രാമങ്ങളിൽ പോയി അവർ തങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങി ഭക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ് യേശു മറുപടി കൊടുക്കുക: അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. ഈ ഒരു വചനത്തിന് ഏറെ അർത്ഥതലങ്ങളുണ്ട്. അവർ പോകേണ്ടതില്ല. തൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്ന, തൻ്റെ സന്നിധിയിലേക്ക് വന്ന്
തൻ്റെ വചനങ്ങൾ ശ്രവിക്കുന്ന ഒരു ജനത്തോട് യേശു പറയുന്ന ഒരു കാര്യമാണ്, മറ്റെവിടേക്കും പോകേണ്ടതില്ല. പ്രിയമുള്ളവരെ, എന്തു വേദനകളും എന്തു ദുഃഖവുമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളായിക്കൊള്ളട്ടെ, എന്തായാലും ദൈവസന്നിധിയിൽ, യേശുവിൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കുന്ന, വചനം ശ്രവിക്കുന്ന ഓരോരുത്തരോടും ഈ ഒരു സമയം തമ്പുരാൻ പറയുകയാണ്, മറ്റെവിടേക്കും പോകേണ്ടതില്ല. അനുഗ്രഹങ്ങളുടെ കലവറ, കൃപകളുടെ ഉറവിടം, അത് അവിടുത്തെ സാന്നിധ്യം തന്നെയാണ്. യേശു ഇതാ ഈ 5000 പേർക്ക് വേണ്ടി 5 അപ്പവും 2 മത്സ്യവും നൽകുകയാണ്. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞ് അത് ജനങ്ങൾക്കായി പങ്കുവച്ചപ്പോൾ ഈ ജനക്കൂട്ടം മുഴുവൻ ഭക്ഷിച്ച് തൃപ്തരായി. അവസാനം ഇങ്ങനെ നമ്മൾ വായിക്കും, അവർ ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ ശേഖരിച്ചു. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ 12 കുട്ട നിറയെ അവർ ശേഖരിച്ച് മടങ്ങിപ്പോയത് വെറും അപ്പക്കഷ്ണങ്ങൾ മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. തങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം ദൈവം ഇടപെട്ടു, തങ്ങൾക്ക് വിശന്നപ്പോൾ, തങ്ങൾക്ക് ദാഹിച്ചപ്പോൾ ദൈവം എപ്രകാരം തങ്ങളെ തൃപ്തരാക്കി, ഇതിൻ്റെ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മകളുമായി ആ ജനം ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്ന് വേണം നാം തിരിച്ചറിയാൻ. പ്രിയമുള്ളവരെ, നമ്മൾ ആരംഭത്തിൽ പ്രാർത്ഥിച്ച വചനം റോമാലേഖനം 9:16 ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നമ്മുടെ ജീവിതത്തെ നാം പടുത്തുയർത്തുന്നത് അവിടുത്തെ കരുണയിന്മേലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നാം അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 31-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുക, നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. കടന്നു പോകുന്ന വഴിയിലുടനീളം ദൈവം നമ്മെ കരങ്ങളിൽ വഹിക്കുകയായിരുന്നു എന്നുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് അവിടെ കാണുക. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വചനം ശ്രവിക്കാൻ, ഒരുപക്ഷെ ഇങ്ങനെ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. കാരണം നമ്മളൊക്കെ വെറും മനുഷ്യരാണല്ലോ, കുറവുകളുള്ള, പോരായ്മകളുള്ള വ്യക്തികളാണ്, കുടുംബങ്ങളാണ്. ദൈവത്തിൻ്റെ കരുണ ഓരോ ദിവസവും നമ്മെ പടുത്തുയർത്തുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ഒരിക്കൽ ഒരു വ്യക്തി ചോദിച്ചു, പിതാവിനെക്കുറിച്ച് ചുരുക്കം വാക്കുകളിൽ ഒന്ന് പറയാമോ? കുഡ് യു ഡിസ്ക്രൈബ് യുവർ സെൽഫ് ഇൻ എ ഫ്യൂ വേർഡ്സ്? ഉടനെ മാർപ്പാപ്പ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്, ദൈവത്തിൻ്റെ കരുണ അനുദിനം സ്വീകരിക്കുന്ന ഒരു പാപിയായ മനുഷ്യനാണ് ഞാൻ. പ്രിയമുള്ളവരെ, എത്രയോ വലിയ ഒരു തിരിച്ചറിവാണ്. ഇവിടെ ഈ ജനം ദൈവത്തിൻ്റെ കരുണയുടെ ഓർമ്മകളുമായി ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവം ഇതുവരെ വഴി നടത്തിയതിനെക്കുറിച്ച് ധ്യാനിക്കുക കൂടി വേണം. എപ്രകാരം തകർച്ചകളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും എൻ്റെ യേശു എന്നെ, എൻ്റെ കുടുംബത്തെ കരം പിടിച്ചുയർത്തി എന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കാരണം യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ, ഈ ലോകത്തിൽ ഓരോ നിമിഷവും അവൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളത്. സങ്കീർത്തനം 103 8-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുക, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ആർദ്രഹൃദയനും കാരുണ്യവാനുമായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ നിറയണം. കുറേ നാളുകൾക്ക് മുൻപ് ഈ താബോർ ധ്യാന കേന്ദ്രത്തിൽ ഒരു ദൈവ കരുണയുടെ ധ്യാനം നടന്നു. പ്രധാനമായിട്ടും ഫൗസ്റ്റീന എന്ന വിശുദ്ധയുടെ ഡയറി കുറിപ്പുകളെ ആധാരമാക്കിയുള്ള ഒരു ധ്യാനം. പ്രിയമുള്ളവരെ, ആ വിശുദ്ധയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വലിയ അത്ഭുതം, അത് ദൈവ കരുണയുടെ അത്ഭുതമാണ്. നമ്മളൊക്കെ കരുണ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണല്ലോ. ആ കൊന്തയുടെ അടിസ്ഥാനം തന്നെ വിശുദ്ധയ്ക്ക് ലഭിച്ച ദൈവ കരുണയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ്. ആ ഡയറി കുറിപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് അവർ തനിക്ക് ലഭിച്ച ആ അനുഭവം കുറിച്ചു വച്ചിരിക്കുക. ഇങ്ങനെയാണ് പറയുക, ദൈവ കരുണയുടെ വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും. വലിയ പാപിയോട് പോലും എനിക്ക് കരുണ കാണിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ
ഒരു വിധിയാളനായി കടന്നു വരുന്നതിന് മുൻപ് എൻ്റെ കരുണയുടെ വാതിൽ അവർക്ക് മുൻപിൽ ഞാൻ തുറക്കും. ദൈവം നൽകുന്ന വാഗ്ദാനമാണ്. പ്രിയമുള്ളവരെ, എത്രയോ പാപം നിറഞ്ഞ ജീവിതം നയിക്കുന്നവരാണ് പലരും. പക്ഷേ അവർക്കെല്ലാം ഒരു ഓർമ്മയുണ്ടാകണം. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ വ്യഭിചാരിണിയായ സ്ത്രീ യേശുവിൻ്റെ അരികിലേക്ക് വരുന്നുണ്ടല്ലോ. മറ്റുള്ളവർ കല്ലെറിഞ്ഞു കൊല്ലാനായി യേശുവിൻ്റെ അരികിലേക്ക് അവളെ കൊണ്ടുവരുന്നു. പക്ഷേ അവസാന വചനം ഇപ്രകാരമാണ്. ദൈവം അവളോട് ചോദിച്ചു, ആരും നിന്നെ വിധിച്ചില്ലേ? ആ സ്ത്രീ മറുപടി പറഞ്ഞു, ഇല്ല ഗുരു. ഇങ്ങനെയാണ് അവിടുന്ന് കൂട്ടിച്ചേർത്തത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, പക്ഷേ ഇനിമേൽ പാപം ചെയ്യരുത്. ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു സ്വരം അതെപ്പോഴും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ഇവിടെ ധ്യാനിക്കാൻ വന്നു. ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ എന്നെ കണ്ട് അവൾ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതത്തിലെ ദൈവാനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. കാരണം ഞാൻ നടക്കാത്ത വഴികളില്ല. എനിക്ക് ഇഷ്ടമുള്ള തിന്മകളെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കളിൽ നിന്നും അകന്നു ജീവിക്കുകയായിരുന്നു. അവരുടെ സ്വരം ഒരിക്കലും ഞാൻ ശ്രവിച്ചിട്ടില്ല. എനിക്ക് 23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ ഇതിനോടകം ഒരുപാട് തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, 1 വർഷമേ ആയിട്ടുള്ളൂ ഞാൻ യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും ഇതുപോലെ വഴിതെറ്റി നടന്നിട്ടും ദൈവം ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ഓർമ്മ, അതാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്, എന്നെ താങ്ങി നിർത്തുന്നത്. അതെനിക്ക് മറ്റുള്ളവരോട് പറയണം. എപ്രകാരം ദൈവം ഒരു വ്യക്തിയോട് കരുണ കാണിക്കും. പ്രിയമുള്ളവരെ, ഇപ്രകാരമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക, നാം നമ്മുടെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ പോലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അങ്ങനെ കരുണ കാണിക്കുന്ന ഒരു ദൈവം. ഇവിടെ ഈ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ തന്നെ 15-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി അവിടുന്ന് അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്. 4000 പേർക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിക്കുന്ന യേശുവിൻ്റെ ചിത്രം. പ്രിയമുള്ളവരെ, അവിടെ ഇങ്ങനെയാണ് കാണുക. ശിഷ്യന്മാർ ചോദിച്ചു, ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് കിട്ടും? യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 7, കുറെ ചെറിയ മത്സ്യവുമുണ്ട്. അവിടുന്ന് അതെടുത്ത് വീണ്ടും വാഴ്ത്തി പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ ജനത്തിന് നൽകി. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. അതിന് ഒരു കാരണമാണ് പറയുക. ഈ ഒരു അത്ഭുതം പ്രവർത്തിച്ചതിന് ഒരു കാരണം അതിപ്രകാരമാണ്. 3 ദിവസമായി അവർ എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എത്രയോ കരുണാമയമായ ഒരു മുഖമാണ് യേശുവിൻ്റേത്. ഒരു സമീപനമാണ് അവിടുത്തേത്. കാരണം ഇതാണ് അവിടുന്ന് പറയുന്ന കാരണം. വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുണ്ട്, അതിനിടവരരുത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ, വേദനകളിലെല്ലാം ഒരുപക്ഷെ നമ്മൾ തളർന്നു വീഴാൻ ഇടയുണ്ട്. ഒരുപക്ഷെ നമ്മൾ വീണു പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മെ പിടിച്ചു നിർത്തുന്നത്, നമ്മെ താങ്ങി നിർത്തുന്നത് മറ്റൊന്നുമല്ല, ഇപ്രകാരം വിശപ്പകറ്റാൻ, ദാഹമകറ്റാൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. എത്രയോ തവണ അവിടുന്ന് നമുക്കായി ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, കുടുംബങ്ങളിൽ ഇപ്രകാരം അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ അവിടുത്തെ കരുണയോട് ചേർത്ത് വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം വർദ്ധിപ്പിച്ച് അനുഗ്രഹമായി അവിടുന്ന് തിരികെ നൽകും. കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവിടുത്തെ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയുടെ ഇടയിൽ ഒരു പെൺകുട്ടി എൻ്റെ അരികിൽ വന്നു. എന്നോട് പറഞ്ഞു, എനിക്ക് ഒന്ന് സംസാരിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ അനുവദിച്ചു. അല്പസമയം അവൾക്ക് കൊടുത്തു. എൻ്റെ മുൻപിൽ വന്ന് ആദ്യത്തെ ഒരു 10 മിനിറ്റ് അവൾ കരയുകയാണ്, കണ്ണുനീർ പൊഴിക്കുകയാണ്. ഒന്നും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥ. എനിക്ക് മനസ്സിലായി എന്തോ പ്രത്യേകമായി അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ ആരംഭിച്ചു, അച്ഛാ, ഞാൻ വിവാഹിതയാണ്. 21-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ 10 വർഷമായി. ഈ 10 വർഷത്തിനിടയിൽ ഞാൻ അനുഭവിക്കാത്ത വേദനകളില്ല, ഞാൻ കടന്നു പോകാത്ത ദുഃഖങ്ങളില്ല. കാരണം എൻ്റെ ഭർത്താവ് അമിതമായി മദ്യപിക്കും. ഇങ്ങനെ മദ്യപിച്ച് വന്നതിന് ശേഷം എന്നെ ശാരീരികമായി ഒരുപാട് ഉപദ്രവിക്കും.
അദ്ദേഹം ഇങ്ങനെ ആയതിൻ്റെ, കുടുംബം തകർന്നു പോകുന്നതിൻ്റെ മാനസികമായ ക്ലേശങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നു ഓരോ നിമിഷവും. അതിൻ്റെ ഒപ്പം ശാരീരികമായ വേദനയും. അവൾ എന്നോട് പറഞ്ഞു, ഇവിടെ എല്ലാ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷകളിലും ഞാൻ വരുമായിരുന്നു, പക്ഷേ ഇവിടെ വന്ന് എവിടെയെങ്കിലും ഇരിക്കും. നടക്കുന്ന ശുശ്രൂഷകളുടെ ഒന്നും ഭാഗമാകാൻ എനിക്ക് കഴിയാറില്ല. മറ്റുള്ളവരെല്ലാം ഉയർന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ മരവിച്ച തളർന്ന മനസ്സും ശരീരവുമായി ഞാൻ ദിവ്യകാരുണ്യത്തിന് മുൻപിലിരിക്കും. അവൾ പറഞ്ഞു, മറ്റുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ കരങ്ങൾ ഉയർത്തണമെന്ന്. പക്ഷേ കഴിയില്ല. ഞാൻ കരങ്ങൾ ചലിപ്പിക്കുമ്പോൾ, കരങ്ങൾ അനക്കുവാൻ ശ്രമിക്കുന്ന ആ നിമിഷം തന്നെ എൻ്റെ ശരീരം മുഴുവൻ വേദന കൊണ്ട് നിറയും. കാരണം മുഴുവൻ മുറിവുകളാണ്. പ്രിയമുള്ളവരെ, അവൾ ഒന്നുകൂടി പറഞ്ഞു, എൻ്റെ നെഞ്ചിൽ ഉണങ്ങാത്ത തരത്തിലുള്ള ഒരു വലിയ മുറിവുണ്ടായിരുന്നു. ഞാൻ മരുന്നുകൾ കഴിക്കുന്നു, പക്ഷേ അത് ഒരിക്കലും ഉണങ്ങിയില്ല. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുത്തു. പതിവ് പോലെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ തിരികെ വീട്ടിലേക്ക് പോയി. ഭവനത്തിൽ പോയി അന്ന് രാത്രി ഞാൻ ഉറങ്ങി. പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഒന്ന് എനിക്ക് മനസ്സിലായി, പതിവിലും കൂടുതൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. പതിവിലും കൂടുതൽ ആഴമായി സമാധാനത്തോടെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. അവൾ കാലുകൾ നിലത്തുറപ്പിച്ചു. അവൾക്ക് മനസ്സിലായി എന്തോ ഒന്ന് അവളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണാടിക്ക് മുൻപിൽ ചെന്ന് അവൾ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, അവൾ തിരിച്ചറിഞ്ഞു, ശരീരത്തിലുണ്ടായിരുന്ന മുറിപ്പാടുകൾ ഒന്നൊഴിയാതെ ഉണങ്ങിയിരിക്കുന്നു. എല്ലാ മുറിപ്പാടുകളും ഉണങ്ങി. നെഞ്ചിലുണ്ടായിരുന്ന ഉണങ്ങാത്ത, സൗഖ്യപ്പെടാത്ത മുറിപ്പാട് പോലും ഉണങ്ങി. പ്രിയമുള്ളവരെ, ഒരു വലിയ അത്ഭുതമാണ് ആ രാത്രിയിൽ തൻ്റെ ജീവിതത്തിൽ നടന്നത് എന്ന് ആ മകൾ തിരിച്ചറിയുകയാണ്. എൻ്റെ മുൻപിൽ വന്നിരുന്ന് ഈ ദൈവാനുഭവത്തെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണ്, തനിക്ക് ലഭിച്ച വലിയ ദൈവ കരുണയെക്കുറിച്ച് ഓർത്തത് കൊണ്ടാണ് ആദ്യ നിമിഷങ്ങളിൽ അവൾക്ക് ഒരു വാക്കുപോലും സംസാരിക്കാൻ കഴിയാതെ വന്നത്. എന്നോട് പറഞ്ഞു, എനിക്ക് ഇത് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, പക്ഷേ അച്ഛൻ ഇത് വചനം പ്രഘോഷിക്കുമ്പോൾ മറ്റുള്ളവരോട് പറയണം. പ്രിയമുള്ളവരെ, ഇപ്രകാരമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്, ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൽ യേശു ഗെരസേനരുടെ നാട്ടിൽ പിശാച് ബാധിതനായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. 2000-ഓളം അശുദ്ധാത്മാക്കൾ ബാധിച്ച ആ മനുഷ്യന് സൗഖ്യം ലഭിക്കുന്നു. ഉടനെ തനിക്ക് ലഭിച്ച ആ വലിയ ദൈവാനുഭവം മൂലം, സൗഖ്യം മൂലം അദ്ദേഹം യേശുവിനോടൊപ്പം ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് നിന്നോടൊപ്പം വരണം. പക്ഷേ യേശു കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സമയം നാം ഓരോരുത്തരോടും ദൈവം പറയുക. എപ്രകാരം നിന്നോട്, നിന്റെ കുടുംബത്തോട് കരുണ കാണിച്ചുവെന്ന്, ദൈവം എങ്ങനെ നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ വർഷിച്ചുവെന്ന് അത് മറ്റുള്ളവരോട് പറയുക. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം. പഴയ നിയമത്തിൽ സഖറിയായുടെ പുസ്തകത്തിൻ്റെ 13-ാം അധ്യായം 1-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുക, പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടി പുറപ്പെടും. ഇതാണ് ദൈവം നൽകുന്ന വലിയ വാഗ്ദാനം. നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഒരു വാഗ്ദാനമാണിത്. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കാനായിട്ട് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. പ്രിയമുള്ളവരെ, എന്താണ് ഈ ഉറവ? അത് ദൈവ കരുണയുടെ ഉറവയാണ്. നമുക്ക് കരുണയുടെ വർഷം ആചരിച്ചല്ലോ. അന്ന് നമുക്ക് ലഭിച്ച വചനം ഇതാണ്. ലൂക്കാസ് വിശേഷത്തിൻ്റെ 6-ാം അധ്യായം 36-ാം തിരുവചനം, സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നാമൊക്കെ ദൈവ കരുണയുടെ വാതിലുകളിലൂടെ പ്രവേശിച്ച വ്യക്തികളാണ്. ഇതാ ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടാകാം. നാമൊക്കെ തിന്മയിൽ ജീവിച്ച ഒരു സമയമുണ്ടാകാം. എങ്കിലും ഒരിക്കലും മറന്നു പോകരുത്, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നമ്മെ വാരിപ്പുണർന്ന് സ്വീകരിക്കുന്ന, ചുംബനങ്ങൾ കൊണ്ട് മൂടുന്ന
ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. അതാണ് നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലം. പ്രിയമുള്ളവരെ, മറ്റെവിടെ പോയാലാണ് നമുക്ക് ഇങ്ങനെ ഒരു ദൈവിക സാന്നിധ്യം ലഭിക്കുക? എത്രയൊക്കെ ചെയ്തിട്ട് തിരികെ വരുമ്പോഴും ഇനിമേൽ പാപം ചെയ്യരുത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന ആ ഒരു സ്വരം, അത് മറ്റെവിടെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുക? ഇസ്രായേൽ ജനം ദൈവത്തോട് മറുതലിച്ച് ജീവിച്ചു. ദൈവത്തോട് മറുതലിച്ച് പരാതികൾ പറഞ്ഞുകൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ആ ജനത്തിന് ദൈവം മോശയിലൂടെ ഒരു സന്ദേശം നൽകി. പുറപ്പാട് പുസ്തകത്തിൻ്റെ 34 അധ്യായം 6 തിരുവചനം. ദൈവം മോശയിലൂടെ ആ ജനത്തിന് ഒരു സന്ദേശം നൽകി. ഇപ്രകാരമാണത്: മോശ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു. ദൈവം മോശയോട് പറഞ്ഞു, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പിന്നീട് നമ്മൾ ഇങ്ങനെ കാണും, മോശ ദൈവത്തോട് പറഞ്ഞു, നീ ഞങ്ങളോടൊപ്പം വരുന്നില്ലെങ്കിൽ ഇവിടെ നിന്നും ഞങ്ങളെ പറഞ്ഞയക്കരുതേ, അങ്ങ് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യണം. ഇതായിരുന്നു പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ലഭിക്കുന്ന മറുപടി 34 അധ്യായം 6 തിരുവചനത്തിൽ നമ്മൾ വായിക്കും. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി: കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. ഇതായിരുന്നു ലഭിച്ച സന്ദേശം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ പലയാവർത്തി ഈ വചനം തന്നെ നമ്മൾ കാണുന്നുണ്ട്. യോനായുടെ പുസ്തകത്തിലും 4 അധ്യായത്തിൽ ഇപ്രകാരം ഇതേ വചനം കുറിച്ചിരിക്കുന്നത് നമ്മൾ കാണും. കരുണാമയനായ ദൈവത്തിൻ്റെ ചിത്രം. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിൻ്റെ 7 അധ്യായത്തിൽ ദൈവം ക്രിസ്തു വീണ്ടും ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. അവിടുന്ന് നായിം എന്ന പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉടനെ കുറേ അധികം ആളുകൾ വരുന്നു. അവർ മരണപ്പെട്ട ഒരു യുവാവിനെയും വഹിച്ചുകൊണ്ടാണ് വരിക. യേശു നോക്കുമ്പോൾ അത് ഒരു അമ്മയുടെ ഏക മകനായിരുന്നു. ആ സ്ത്രീ വിധവയായിരുന്നു. പ്രിയമുള്ളവരെ, ഇപ്രകാരമാണ് വചനം പറയുക: അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എത്രയോ മനോഹരമായ ഒരു വചനഭാഗമാണ്. അവളെ കണ്ട് അവിടുത്തെ മനസ്സലിഞ്ഞു, അവളോട് പറഞ്ഞു, കരയേണ്ട. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവ സാന്നിധ്യത്തിന് മുൻപിലേക്ക് കടന്നു വരിക, അവിടുത്തെ അൾത്താരയ്ക്ക് മുൻപിലേക്ക്, ദിവ്യകാരുണ്യത്തിന് മുൻപിലേക്ക് വരിക. പ്രിയമുള്ളവരെ, ഈ സ്വരം നാം ഓരോരുത്തരും കേൾക്കും, കരയേണ്ട. യേശു നമ്മെ ഓരോരുത്തരെയും നോക്കി പറയുകയാണ് ഈ നിമിഷം, മകനെ, മകളെ, കരയേണ്ട. ശക്തിപ്പെടുത്തുന്ന ദൈവസ്വരം ആ അമ്മയ്ക്ക് ആ മകനെ അവിടുന്ന് തിരിച്ചു നൽകി. ദിവ്യ കാരുണ്യം എന്നാണല്ലോ പ്രിയമുള്ളവരെ പറയുക. നാം വിശുദ്ധ കുർബാനയിൽ അനുദിനം സ്വീകരിക്കുന്നത് ദിവ്യ കാരുണ്യം ആയ യേശുവിനെയാണല്ലോ. അവിടുത്തേക്ക് എങ്ങനെയാണ് നമ്മെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? അവിടുത്തേക്ക് എങ്ങനെയാണ് നമ്മോട് കരുണ കാണിക്കാതിരിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് അവിടുന്ന് പറയുക, മറ്റെവിടേക്കും നിങ്ങൾ പോകേണ്ട, എൻ്റെ അരികിൽ തന്നെ ആയിരിക്കുക. യേശു കരുണയായി മാറിയതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലൂടെ ആ ദൈവസ്നേഹം, ആ ദൈവ കരുണ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒക്കെ ഒഴുകിയിറങ്ങട്ടെ. പ്രിയമുള്ളവരെ, അനുകമ്പയുള്ള, മനസ്സലിവുള്ള ഒരു ദൈവത്തെക്കുറിച്ചാകട്ടെ നമ്മുടെ ഈ ദിനം, ഇനി വരുന്ന ദിനങ്ങളിലെ ഒക്കെ ചിന്ത, ധ്യാനം മുഴുവൻ. തകർന്നു പോകുമ്പോൾ തിരികെ വരാൻ ഒരു ഇടമുണ്ട് എന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈശോയുടെ തിരുഹൃദയം തുറന്ന് അവിടുത്തെ കരുണയുടെ നീർച്ചാലുകൾ പെയ്തിറങ്ങട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.